ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹിന്ദി സിനിമാ നടിയായ ദിവ്യ ഭാരതിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദിവ്യ ഭാരതി 1974 ജനിച്ചു. അതിനുശേഷം കൂടുതലും ദക്ഷിണേന്ത്യൻ സിനിമകളിലാണ് ദിവ്യ ഭാരതി അഭിനയിച്ചിട്ടുള്ളത്. തെലുങ്ക് സിനിമ, തമിഴ് സിനിമയിൽ തുടങ്ങിയവകളിൽ അഭിനയിച്ചു. അതിനുശേഷം തെലുങ്ക് സിനിമകളിൽ ഗ്ലാമറസ് റോളുകൾ ഒരുപാട് ചെയ്ത ശേഷം ഹിന്ദി സിനിമകളിലേക്ക് ചുവടുമാറ്റി. ഹിന്ദി സിനിമകളിൽ പ്രഗത്ഭരായ പല നടന്മാരോടൊപ്പം നായികയായി അഭിനയിക്കുവാനുള്ള ഭാഗ്യം ദിവ്യ ഭാരതിക്ക് ലഭിച്ചു. ദിവ്യ ഭാരതി അഭിനയിച്ച ഷാരൂഖ് ഖാൻ ചിത്രം ദീവാന ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു. അതിലെ ഗാനങ്ങളെല്ലാം തന്നെ മികവുറ്റതുമായിരുന്നു. ഷാരൂഖ് ഖാനോടൊപ്പം ദിവ്യ ഭാരതി അഭിനയിച്ച ദീവാന, അതിനെ തുടർന്ന് ധാരാളം ഹിന്ദി സിനിമകളിൽ ദിവ്യ ഭാരതി വീണ്ടും അഭിനയിച്ചു. കൂടുതലും റൊമാൻറ്റിക് സിനിമകളായിരുന്നു. ബോളിവുഡ് സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള നടിമാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയായിരുന്നു ദിവ്യ ഭാരതി. എൻ്റെ ഓർമ്മയിലൊന്ന് വരുന്നത് 1992 ഫിലിം ഫെയർ അവാർഡ്, ലക്സ് ന്യൂ ഫേസ് അവാർഡ്. ഈ അവാർഡ് ഫിലിം ഫെയർ അവാർഡിൽ വളരെ പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ദിവ്യ ഭാരതി, അതിനൊപ്പം തന്നെ അതേ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന നമ്മുടെ നടി ശ്രീദേവി, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ ശ്രീദേവി ഒക്കെ ഇരുന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് ശ്രീദേവിയുടെ മുന്നിലൂടെ കടന്നുപോയി ദിവ്യ ഭാരതി മികച്ച ന്യൂ ഫേസിനുള്ള ലക്സ് ഫിലിം ഫെയർ അവാർഡ് കരസ്ഥമാക്കുന്ന ഒരു വീഡിയോ അന്ന് ടി വിയിലും മറ്റും ധാരാളം വന്നിട്ടുള്ളതാണ്. ഞാനത് കണ്ടിട്ടുള്ളതുമാണ്. ഈ ദിവ്യ ഭാരതി എന്ന നടി ഏതാനും സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഏകദേശം 21ഓളം സിനിമകളിൽ മാത്രമാണ് അഭിനയിച്ചത്. അതിനുശേഷം ദിവ്യ ഭാരതി പെട്ടെന്ന് ഈ 92 ഫിലിം ഫെയർ അവാർഡിന് ശേഷം 93 ഏപ്രിൽ 5 ആണ് ദിവ്യ ഭാരതി ഒരു ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വീണ് മരിക്കുകയാണുണ്ടായത്. ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കുകയാണുണ്ടായത്. ദിവ്യ ഭാരതി ശ്രീദേവിക്ക് ശേഷം ഇന്ത്യൻ സിനിമയിൽ സൗന്ദര്യത്തിന് പര്യായമായി മാറിയ ഒരു നടിയാണ് ദിവ്യ ഭാരതി. ധാരാളം ആരാധകരും സൗന്ദര്യാരാധകർ നെഞ്ചിലേറ്റിയ ഒരു നടിയായിരുന്നു ദിവ്യ ഭാരതി. വിശ്വാത്മ എന്ന സിനിമയിലെ പല നല്ല രംഗങ്ങളും ദിവ്യ ഭാരതിയുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. വിശ്വാത്മയിൽ ദിവ്യ ഭാരതിക്ക് അതിഗംഭീരമായ ഒരു റോള് തന്നെയായിരുന്നു അതിനകത്ത് ലഭിച്ചിരുന്നത്. ദിവ്യ ഭാരതിയുടെ 93 മരണത്തിന് ശേഷം ഇന്ന് 2023 30 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെയൊക്കെ തലമുറയിലുള്ള, അതായത് 90കളിൽ കോളേജിൽ പഠിക്കുകയും സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചിരുന്ന നമ്മുടെയൊക്കെ മനസ്സിൽ ദിവ്യ ഭാരതി എന്ന നടിയുടെ ചിത്രം ഇന്നും മായാതെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, ഞാനന്ന് ചെമ്പഴന്തി SM കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 93 ഞാൻ എൻ്റെ BA ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ കോളേജിൽ ചെന്നപ്പോൾ, അന്ന് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ അറിയാനൊന്നും വാട്സാപ്പോ ഫേസ്ബുക്കോ ഈ സോഷ്യൽ മീഡിയകളോ മൊബൈൽ ഫോണോ ഒന്നുമില്ലായിരുന്ന കാലം. നമുക്ക് പേപ്പറിലൂടെ, പത്രത്തിലൂടെയോ ടി വിയിലൂടെയോ മാത്രമേ ഈ ആരെങ്കിലും പ്രമുഖ വ്യക്തികൾ മരിച്ചാലും മറ്റും അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ കോളേജിലേക്ക് ചെന്നപ്പോൾ, കോളേജിൽ ഫസ്റ്റ് ചെന്ന് കയറുന്നിടത്ത് തന്നെ നമ്മുടെയൊക്കെ സ്ഥിരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുള്ള വെയിറ്റിംഗ് ഷെഡിൽ അടുത്ത് ഒന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു, പ്രശസ്ത സിനിമാ നടി ദിവ്യ ഭാരതി അന്തരിച്ചു എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ദിവ്യ ഭാരതി അന്തരിച്ചു എന്നുള്ള വിവരം. അല്ലാതെ അടുത്ത ദിവസം പേപ്പറിൽ വായിക്കാമെന്നല്ലാതെ നമുക്ക് ചൂടോട് വിവരം അറിയാനുള്ള യാതൊരു മാർഗങ്ങളും ഒന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിത് 1-2 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇന്ന് അവിചാരിതമായി കാണാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചു. ദിവ്യ ഭാരതിയെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് ആലോചിച്ചു.
അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.